ഹായ് ഹലോ, ഇന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റായ ചിക്കനാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് ചാനൽ. 1.5 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അധികം മൂപ്പില്ലാത്ത ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു ഉരുളിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പെരുംജീരകം ഇത്രയും ചതച്ചത് ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് 4 സവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് നന്നായി സോഫ്റ്റ് ആവുന്നവരെ സോട്ട് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ബ്രൗൺ ആവുന്നും വേണ്ട, ലൈറ്റ് ഒരു ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതുവരെ നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാനതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കറിയിൽ നന്നായിട്ട് ഫ്ലേവർ ഉണ്ടാവുക, കറിവേപ്പിലരെ. ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി സോട്ട് ചെയ്തെടുക്കുക. ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. സ്പൈസി മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം ഞാൻ പച്ചമുളക് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഇനി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1.5-2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഈ പൊടികളെല്ലാം നന്നായി റോസ്റ്റായി കിട്ടണം, അതുവരെ സോട്ട് ചെയ്തെടുക്കുക. ഇനി 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമ്മുടെ ടൊമാറ്റോ സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്യുക. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട, സ്ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ തക്കാളിയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അത് നന്നായി സോഫ്റ്റായി വന്നോളൂ. അപ്പോൾ ഒന്ന് എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ലിഡ് വെച്ച് മൂടിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടിക്ക് പിടിക്കാതെ നന്നായി നമുക്ക് കുക്കായി കിട്ടും. ടൊമാറ്റോ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് മല്ലിയില അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അരച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ടൊമാറ്റോ അത്യാവശ്യം ഒന്ന് സോഫ്റ്റനായി വന്നിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മല്ലിയില പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി സോട്ടേ ചെയ്തെടുക്കണം. മല്ലിയിലയ്ക്ക് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, അത് മാറുന്ന വരെ സോട്ടേ ചെയ്തെടുക്കുക. തക്കാളി ഓൾറെഡി ഇപ്പോൾ ചൂടൊക്കെ തട്ടി ഒന്ന് സോഫ്റ്റനായി വന്നിട്ടുണ്ടാവും. അതോടൊപ്പം ഇതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി തക്കാളിയൊക്കെ ഉടഞ്ഞ് വരുന്ന പാകത്തിലേക്ക് ആക്കിയെടുക്കുക. എപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായി തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മല്ലിയിലയുടെ ആ ഒരു പച്ച കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒരു മീഡിയം സൈസ് കറിക്കട്ടായിട്ടാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ എപ്പോഴും ചിക്കൻ ലെഗിനാണ് അടി ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ ചിക്കൻ ലെഗ് മുഴുവനോടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാ പീസസും ഒരു മീഡിയം പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഗ്രേവി തട്ടുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കൻ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ആ സമയത്ത് മാത്രം ഉപ്പ് ചേർത്താൽ മതി. അപ്പോഴാണ് മീറ്റിലേക്ക് നന്നായി ഉപ്പ് പിടിക്കുക. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുവരെ നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ ചിക്കനും മസാലയൊക്കെ ആയിട്ട് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ടാവും ചൂട് തട്ടിയിട്ട്. ആ സമയത്താണ് ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പിനോടൊപ്പം തന്നെ ഇതിലേക്ക് ചിക്കൻ കുറച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നാരങ്ങ ഇല്ലെങ്കിൽ വിനീഗർ ആയാലും മതി കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ ചിക്കൻ കുക്ക് ചെയ്യുന്നത് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് ഇത് കുക്കായി കിട്ടണം, അല്ലാതെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഒരുപാട് മൂത്ത കോഴി വാങ്ങണ്ട എന്ന് പറഞ്ഞത്. നമുക്കെപ്പോഴും ഇളയതാവുമ്പോൾ പെട്ടെന്ന് മീറ്റ് കുക്കായി കിട്ടും. പിന്നെ മീറ്റ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ലെമൺ ചേർത്തിട്ടുള്ളത്. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് ഇടയ്ക്ക്
ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ചിക്കനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് തലേദിവസം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മീറ്റിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെറുതായി ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. ഇവിടെ ഞാൻ ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെഡ്ജസ് പോലെ കട്ട് ചെയ്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഫ്രൈ ആക്കി വെച്ചതാണ്. അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ സമയത്ത് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ഫ്ലേവർ കറിവേപ്പിലയുടെ കിട്ടുക. ഇനി ഇതെല്ലാം കൂടി ചേർന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക. പൊട്ടറ്റോ ഒരുപാട് ഫ്രൈ ആക്കരുത് കേട്ടോ. ഒരു ഹാഫ് ആ ഒരു ഇതിൽ ഫ്രൈ ആക്കിയാൽ മതി. പിന്നെ ഇതിൽ കിടന്ന് നന്നായി മിക്സായി വരുമ്പോൾ അത് കുക്കായി കിട്ടിക്കോളും. നമ്മളത് ഡ്രൈ ആക്കുന്ന ഒരു ഫോമിലേക്കാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് കുക്കായിക്കോളും. അപ്പോൾ അതിനനുസരിച്ച് ആ സ്റ്റേജിൽ പൊട്ടറ്റോ ചേർത്ത് കൊടുത്താൽ മതിയാവും. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ.